അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പരിശുദ്ധ റമദാനു ഷരീഫിന്റെ ആദ്യ രാവിൽ ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വരികയും ദാരിദ്ര്യം പൂർണ്ണമായി ഒഴിവായി നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു കാവൽ അള്ളാഹു തആല നൽകുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഷാ അള്ളാഹ് ഇത്തരത്തിലുള്ള ആത്മീയമായ ഒരുപാട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്ക് അറിയാൻ വേണ്ടി തുടർന്നും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധ ശഅബാൻ മാസം നമ്മോട് വിട പറയാൻ ഇരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുമായിട്ട് നമുക്ക് ആവശ്യമായ ഒരു അറിവ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ രാവിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫതഹ്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫതഹ്, ആ സൂറത്ത് പാരായണം ചെയ്താൽ അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ കാവൽ, ഹിഫ്ള് നൽകുമെന്ന്, അതിനു പുറമെ അവരുടെ ജീവിതത്തിൽ ഒരു വർഷത്തേക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, പരിപൂർണമായ ഐശ്വര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ രാവിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ഈ റമദാന്റെ ആദ്യ രാവിൽ ഈ സൂറത്ത് എല്ലാവരും ഓതാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. രണ്ടാമതായി, പരിശുദ്ധ റമദാനിന്റെ ഈ ആദ്യ രാവിൽ നമ്മൾ പലപ്പോഴും പല ജോലികളിലായി, തിരക്കുകളിലായി ആദ്യ ദിവസത്തെ തറാവിഹ് പലപ്പോഴും പലർക്കും നഷ്ടപ്പെട്ടു പോവാറുള്ളതായിട്ട് കാണാം. നമ്മളത് വളരെയധികം ശ്രദ്ധിച്ച് നേരത്തെ തന്നെ അതിനു വേണ്ടി തയ്യാറായി എല്ലാ തിരക്കുകളും ജോലികളൊക്കെ ഒഴിഞ്ഞു മാറി തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അങ്ങനെ റമദാൻ 1 മുതൽ അവസാനം വരെ എല്ലാ തറാവീഹും ഞാൻ നിസ്കരിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ ഇന്ന് എടുത്ത് ആദ്യത്തെ തറാവീഹ് തന്നെ നിസ്കരിക്കാൻ സന്നദ്ധമാവണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ ഷരീഫിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റമദാനു ഷരീഫ് കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമദാൻ നമുക്ക് ധന്യമാക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേണ്ടാത്തരങ്ങളും ഒഴിച്ചു മാറ്റി നിർത്തി എല്ലാം തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി അല്ലാഹുവിലേക്ക് അടുത്ത് നല്ല ഈമാനുള്ള തഖ്വയുള്ള മുഅ്മിനീങ്ങളായി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കഴിഞ്ഞു കൂട്ടണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.